ഹലോ ഗൈസ്, ഫൈൻഡ് റിയൽ എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മളിന്ന് 4 സെൻറ്റ് സ്ഥലം, 3 ബെഡ്റൂം, ബാത്റൂം അറ്റാച്ച്ഡ് പുതിയ വീടാണ് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത്. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ചോയ് ബസാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ചോയ് ബസാറിന് ഏകദേശം 1 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാറിയിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്ന 8 ഫുട്ട് നിസാം സൈറ്റ് റോഡാണ് വരുന്നത്. നമ്മളെ വീടിൻ്റെ മുൻവശത്തെ കാഴ്ചയാണ് കാണുന്നത്. അത്യാവശ്യം നല്ല മരത്തിൻ്റെ ജനവാതിലൊക്കെയാണ് കാണാൻ പറ്റുന്നത്. ഫാൻസി ടൈപ്പ് വീടാണ്. വീടിൻ്റെ ഫ്രണ്ടേജിൽ വലത് ഭാഗത്ത് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. അല്ല, ഒരു 3 കാറ് നമുക്ക് ഫ്രണ്ട് ഭാഗത്ത് സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ കാണുന്നുണ്ട്. വീടിൻ്റെ ഇടതുവശത്തെ കാഴ്ച കേട്ടോ കാണുന്നത്. ഇടതുവശത്തൊക്കെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഒരു നല്ല വൃത്തിയാക്കിയിട്ടിട്ടുണ്ട്. ബാക്ക് ഭാഗത്തൊക്കെ നമുക്കൊരു തിരുമ്പുന്ന കല്ലൊക്കെ സെറ്റ് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കിണർ നല്ല അടിപൊളി വെള്ളം കേട്ടോ. ഏറ്റവും അടിഭാഗം വരെ കാണാൻ പറ്റും. നല്ല തെളിഞ്ഞ വെള്ളമാണ്. വീടിൻ്റെ സൈഡ് ഭാഗത്തെ കാഴ്ച കേട്ടോ കാണുന്നത്. പുറത്തൊരു ബാത്റൂം കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ 4 വശത്തും ഇതുപോലെ കെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ബാക്കിൽ കണ്ടില്ല, അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഒക്കെ ജനവാതിലൊക്കെ മരത്തിൻ്റെ ജനവാതിലാട്ടോ. നല്ല മരത്തിൻ്റെ ജനവാതിലാണ് കാണാൻ പറ്റുന്നത്. ഇവിടെയൊക്കെ ഒരുപാട് നമുക്ക് ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്യാനുള്ള ബാക്ക് ഭാഗം കേട്ടോ. ഈ വീടിൻ്റെ ബാക്ക് ഭാഗത്തൊക്കെ ലൈറ്റ് ഫിറ്റ് ചെയ്യാനുള്ള ഇത് കൊടുത്തിട്ടുണ്ട്. ഇടത് വശത്ത് അത്യാവശ്യം നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫുള്ള് ലൈറ്റ് കേട്ടോ. ഈ കാണുന്നൊക്കെ ലൈറ്റാണ്. നല്ല മരത്തിൻ്റെ ജനവാതിലാണ്. അല്ല, സാമ്പത്തികം പിന്നെ ഇലക്ഷനും പിന്നെ എല്ലാം കൂടെ വന്നില്ലേ. ഇത് വീടിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ സ്വിച്ചൊക്കെ കണ്ട ഏറ്റവും പുതിയ മോഡൽ. നമ്മൾ സ്ക്വയർ ആയിട്ടുള്ള സ്വിച്ചാണ് ഏറ്റവും കണ്ടിട്ടുള്ളത്. ഇത് ഏറ്റവും പുതിയ മോഡൽ സ്വിച്ചാണ്. ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഒക്കെ. അതുപോലെ തന്നെ നല്ല മരമൊക്കെ നല്ല അടിപൊളി ക്വാളിറ്റി മരം കേട്ടോ. വീടിൻ്റെ ഉള്ളിലത്തെ സ്പേസ് കണ്ടു കഴിഞ്ഞാൽ നല്ല അടിപൊളി സ്പേസ് ഉണ്ട് കേട്ടോ. അതായത് ഇവിടെ നമ്മൾ കയറി വരുമ്പം തന്നെ ഇതാണ് ഡോറ്. കയറി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും നല്ല സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അതാ ഒരു വാഷ് ബേസിനും ഒരു പ്രത്യേക രീതിയിൽ ഡിസൈനൊക്കെ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ലൈറ്റ് വരാനുണ്ട്. അതുപോലെ തന്നെ മുകളിലത്തെ സ്റ്റെയർ കേസ് ഉണ്ട്. ഇവിടെ താഴത്തെ ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിൽ വേറെ സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം കിച്ചണിലേക്കാണ് പോകുന്നത്. ഒക്കെ മരം കേട്ടോ, അടിപൊളി മരം കേട്ടോ. ഒരു ഗ്ലാസ് ഫിനിഷൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ടൈലൊക്കെ ഒരു പ്രത്യേക രീതിയിലുള്ള ടൈലാണ്. അടുക്കളയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വർക്ക് ഏരിയ കേട്ടോ. അടുക്കളയും വർക്ക് ഏരിയ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഏറ്റവും പുതിയ മോഡൽ ടൈപ്പുള്ള ഇതുപോലുള്ള സെറ്റപ്പൊക്കെ ആയിട്ടുള്ള വർക്ക് ഏരിയയാണ്. പുറത്തേക്കുള്ള കാഴ്ച കാണാൻ പറ്റിയ രീതിയിലുള്ള ഒരു ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. സ്പേസ് ഒക്കെ അത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കിച്ചൺ കേട്ടോ. ഇത് ഒരു എൽ ഷേപ്പ് കിച്ചൺ അങ്ങനെയാണ് പറയാം. എൽ ഷേപ്പ് കിച്ചണാണ്. ഞാൻ മുകളിലത്തെ കാഴ്ച കാണിച്ചിട്ട് താഴത്തെ വരാം. താഴത്തെ ഒരു ബെഡ്റൂം ഉണ്ട്. മുകളിൽ അതിവിശാലമായിട്ടുള്ള ഇതുപോലെ നല്ല സ്പേസ് ഉള്ള സ്ഥലമാണ്. മുകൾ വശത്തും നമ്മളെ താഴത്ത് സ്റ്റെയർ കേസൊക്കെ കാണാൻ പറ്റും. നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല വർക്ക് കേട്ടോ. ഒരു തട്ടിപ്പ് പണിയായിട്ട് എവിടെയും ഫീൽ ചെയ്യുന്നില്ല. കാരണം മുകളിൽ വരെ സ്വിച്ച് കണ്ടില്ലേ. ചില ആൾക്കാർ മുകളിൽ താഴത്ത് നല്ല സ്വിച്ച് കൊടുത്തിട്ട് മുകളിൽ ലോക്കൽ സ്വിച്ച് കൊടുക്കും. പക്ഷേ മുകളിൽ വരുന്ന ഏറ്റവും പുതിയ മോഡൽ ആ സ്വിച്ചാണ് വന്നിട്ടുള്ളത്. മുകളിലത്തെ ഒരു ബെഡ്റൂമാണ്. ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ ഇതൊക്കെ ഒന്നുകൂടി പെയിൻ്റ് അടിച്ച് ഫിനിഷിങ് വർക്ക് ഉണ്ട്. നല്ല ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ബാത്റൂമാണ്. അവിടെ നമുക്ക് ചെറിയൊരു വാഷ് ബേസിൻ, യൂറോപ്യൻ ക്ലോസറ്റ്, ഷവർ എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ സ്വിച്ച് വരാണ്ടില്ലേ, ഇതേമാതിരിയുള്ള ഏറ്റവും ടോപ്പിൻ്റെ മുകളിൽ സ്വിച്ചാണ്. അതുപോലെ ജനവാതിലൊക്കെ കാണുമ്പോൾ തന്നെ ഇവിടെ നമുക്ക് ടൈലിൻ്റെ ഒരു ഫിനിഷിങ് വർക്ക് എവിടെയും കൊടുത്തിട്ടുണ്ട്. ആ ഒരു പുതിയ ഇതുമാതിരി എനിക്ക് തോന്നിട്ടോ. കാരണം അധികം വീട്ടിലും ഇവിടെ ടൈല് കൊടുക്കലില്ല.
പക്ഷെ ജനവാതിലിന് അവിടെ ടൈല് കൊടുത്തിട്ടുണ്ട്. ആകെ കൂടി ഈ മോള് ഭാഗത്ത് ഈ ഒരു ഡോറ് മാത്രം, റൂമിൻ്റെ ഈ ഒരു ഡോറ് മാത്രം, 2 ഡോറ്, അതായത് വീടിൻ്റെ ബെഡ്റൂമിൻ്റെ 2 ഡോറ് മാത്രം ഒരു വില കുറഞ്ഞ മാതിരി തോന്നിക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും ബാക്കി ഫുള്ളൊക്കെ നല്ല ക്വാളിറ്റിയുള്ള മരം കേട്ടോ. ഇതൊക്കെ നല്ല ഉഗ്രം മരം കേട്ടോ. ഇതിൻ്റെയൊക്കെ സ്വിച്ച് ഇവിടെ എവിടെയും ഒരു കോംപ്രമൈസ് ചെയ്തിട്ടില്ല. കാരണം ഒക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഉണ്ടാക്കിയൊരു വീട് മാറിയുണ്ട്. 2 ബെഡ്റൂം നല്ല വലുപ്പമുള്ള ബെഡ്റൂമൊന്നുമല്ല, എന്നാലും ഇത് സ്റ്റാൻഡേർഡുള്ള ബെഡ്റൂം കേട്ടോ. അതും കണ്ടില്ലേ, നല്ലൊരു ചെറിയൊരു ബാത്റൂമാണ്. നല്ല വൃത്തിയിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇതിലാണ് കൊടുത്തിട്ടുള്ളത്. നല്ല വിശാലമായിട്ടുള്ളത് കേട്ടോ. മുകൾ വശത്ത് 2 ബെഡ്റൂം, താഴത്ത് ഒരു ബെഡ്റൂം, 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്. ഒരു ഭാഗത്തുള്ളത് ഒരു സ്ഥലത്തും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. ആകെ കോംപ്രമൈസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഉൾവശത്തെ ഈ ഡോറിൻ്റെ മാത്രം ഇതുപോലത്തുള്ള ഡോറ് കൊടുത്തുന്നുള്ളൂ. വാതിൽക്കാട്ടിലൊക്കെ നല്ല മരത്തിൻ്റെ തന്നെയാണ്, എല്ലാ ജനവാതിലും മരത്തിൻ്റെ തന്നെയാണ്. സ്വിച്ചൊക്കെ എല്ലാ സ്ഥലത്തും താഴത്ത് ലോക്കൽ കൊടുത്തിട്ട്, സാധാരണ താഴത്ത് നല്ല സ്വിച്ച് കൊടുത്തിട്ട് മുകളിൽ ചില ആൾക്കാർ ലോക്കൽ ഉണ്ടാക്കി കൊടുക്കും. പക്ഷെ ഇതങ്ങനെയൊന്നുമല്ല, ഇത് മുകളിലും താഴത്തൊക്കെ നല്ല അടിപൊളി മരത്തിൻ്റെ തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇത് മുകളിലുള്ള നമ്മളെ സ്റ്റെയർ കേസാണ്, നല്ല അടിപൊളിയായിട്ടുള്ള ഗ്ലാസിൻ്റെ സ്റ്റെയർ കേസാണ്. ഇവിടുന്ന് നോക്കുമ്പോഴൊരു വ്യൂ ഇങ്ങനെയാണ്. നമ്മൾ വന്ന വഴി അതാണ്. ആ കാണുന്നത് താറിട്ട റോഡാണ്. അപ്പോൾ ഈ വീടിൻ്റെ ബാക്കിൽ കിണറുണ്ട്. മുൻവശത്ത് നമ്മളിങ്ങനെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ, നമ്മളവിടെ ഒരു രണ്ട് ഫോർച്യൂണർ ഇങ്ങനെ നിർത്തിയിട്ടുണ്ടെങ്കിലും ഇവിടെ അതാ ഒരു ഫോർച്യൂണർ നിർത്തിയിട്ടുള്ള സ്പേസ് വേറെയുണ്ട്. ഒരു 3 ഫോർച്യൂണർ നമുക്ക് വേണമെങ്കിൽ അടുപ്പിച്ച് നിർത്തിയിടാൻ പറ്റും. അത്രയും വിശാലമായുള്ള സ്പേസാണ് മുൻവശത്ത് കാണാൻ പറ്റുന്നത്. അപ്പോൾ അത് നല്ലൊരു കാര്യമായിട്ട് തോന്നി. മരമൊക്കെ നല്ല അടിപൊളി മരം കേട്ടോ, എല്ലാ സ്ഥലത്തും യാതൊരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. പിന്നെ അതുപോലെ ടൈലിൻ്റെ കാര്യം പറയാൻ മറന്നു. ടൈല് നമുക്ക് കണ്ടാലറിയാം, നമുക്ക് ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി ടൈലൊക്കെ കണ്ടാലറിയാം. നല്ല ക്വാളിറ്റിയിലുള്ള ടൈലാണ്, അതിനനുസരിച്ചുള്ള നല്ല വർക്കുകളാണ് കാണാൻ പറ്റുന്നത്. ഇനി കുറച്ച് ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്യാനുണ്ട്. ഏറ്റവും പുതിയ മോഡലായിട്ട് ഉള്ളിലുള്ള ലൈറ്റുകളൊന്നും ഫിറ്റ് ചെയ്തിട്ടില്ല. എന്നാൽ പോലും നമുക്ക് കണ്ടില്ല, എനിക്ക് ഇതിൻ്റെ സ്വിച്ചൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുകയാണ്. ഇതൊക്കെ നല്ല വില കേട്ടോ, ഈ സ്വിച്ചിനൊക്കെ ഭയങ്കര റേറ്റ് കൂടുതലുള്ള സ്വിച്ചാണ്. ലോക്കൊക്കെ നല്ല അടിപൊളി ലോക്കാട്ടോ. വീട് ഞാനൊന്നുകൂടി കാണിച്ചു തരാം, വീടിൻ്റെ മൊത്തത്തിലുള്ള വ്യൂ ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, നല്ല അടിപൊളി വീടല്ലേ ഇത്. 3 ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ്, 4 സെൻറ്റ് സ്ഥലം, കിണർ, ചുറ്റുമതിൽ, എല്ലാ സെറ്റപ്പോടും കൂടിയിട്ട് നമ്മൾ ചോദിക്കുന്ന വില 45 ലക്ഷം രൂപ കേട്ടോ. ചോയ് ബസാറാണ്. ഈ ഒരു വിലക്ക് ഇങ്ങനത്തെ ഒരു വീട് കിട്ടാൻ വളരെ പ്രയാസമാണ്. കുറച്ച് ഉള്ളോട്ട് വരണം, ഒരു 1 കിലോമീറ്റർ 1.5 കിലോമീറ്ററിനുള്ളിൽ ഉള്ളോട്ട് വരണം. എന്നാൽ പോലും നല്ല അടിപൊളി വീടാണ്. വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർ ഫൈൻഡർ റിയൽ എസ്റ്റേറ്റിനെ ബന്ധപ്പെടുക. നമ്മൾ മാക്സിമം വില കുറച്ച് വാങ്ങി തരുന്നതാണ്. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വീട് പറമ്പൊക്കെ വിൽപ്പനൊക്കെ വാടകയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൈൻഡർ റിയൽ എസ്റ്റേറ്റായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ പുതിയ വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.